മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് ശശിധരൻ അദ്ദേഹം ഇന്ന് മലപ്പുറത്ത് വിട പറയുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് കൂടെ ഉണ്ട്. ഒരു വലിയൊരു കാലയളവിലേക്കാണ് മലപ്പുറത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് പോകാൻ എന്താണ് മലപ്പുറത്തെക്കുറിച്ച് പറയാനുള്ളത്? മലപ്പുറത്തെ ജനങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ അവർ പോലീസിന് ഇൻഫർമേഷൻ തരാൻ ഒരു മടിയില്ല. അവർ രാപ്പകൽ ഭേദമന്യേ എനിക്ക് തന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്താണ് പലതും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ ഞാനും എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരും കൂടിയിട്ട്. അപ്പോൾ നല്ല ആളുകളാണ്, പോലീസിനോട് സഹകരിക്കുന്നവരാണ്. ഒരുപാട് വെല്ലുവിളികളും ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്നല്ലോ. ഒന്നാമത്തെ ഉയർന്ന ഒരു ആരോപണമാണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ കേസുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതിന് മനഃപൂർവ്വമായി പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം. എന്താണ് അതിൻ്റെ? ഒരിക്കലുമല്ല, അങ്ങനെയല്ല. ഒഫൻസ് ഉണ്ടെങ്കിൽ പിന്നെ അത് തീർച്ചയായിട്ടും അതിൽ നടപടി വേണ്ടേ. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നിലവിലുള്ള നിയമങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വം, കടമ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നതിൽ ഒരു ചെറിയ വിമുഖതയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ തന്നെ ഈ കുട്ടികളൊക്കെ ട്രിപ്പിൾ റൈഡിങ് മോട്ടോർ സൈക്കിളിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ പിന്നീടത് അപകട മരണങ്ങൾക്കും വഴിതെളിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ കഴിഞ്ഞ വർഷം 309 ആളുകളാണ് മരണപ്പെട്ടത്. അപ്പോൾ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ താങ്ങാണ്, ആശ്രയമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുതെന്ന് വെച്ച് തന്നെയാണ് നമ്മൾ ഈ വെഹിക്കിൾ ചെക്കിങ് നടത്തുന്നതും അതുപോലെ തന്നെ ഒഫൻസസ് കാണുമ്പോൾ അതിൽ നടപടിയെടുക്കുന്നതും. ഇപ്പോൾ ഈ വർഷം ഇതുവരെയായിട്ട് 200-ൽ പരം 207 എന്നാണ് എൻ്റെ ഓർമ്മ മരണമാണ് നടത്തിയത്. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നടപടികൾ എടുക്കുന്നത്. അല്ലാതെ കേസുകൾ കൂട്ടാൻ വേണ്ടിയോ പെരുപ്പിച്ച് കാട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല. മാത്രമല്ല 48 ലക്ഷം ജനങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അപ്പോൾ മറ്റ് ജില്ലകളിലെ ഈ ആളുകളുടെ പോപ്പുലേഷനായിട്ട് വെച്ച് നോക്കുമ്പോൾ അത്രയധികം കേസുകളോട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആക്ച്വലി അത് സമാധാനപ്രിയരായ ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കൂടുതൽ ഹെഡ് കേസസ് ഒന്നും ഉണ്ടാവാത്തത്. പിന്നെ സോമോട്ടോ എടുക്കുന്നത് അത് ആളുകൾ നിയമം അനുസരിക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ആക്സിഡൻറ്റ് ഡെത്ത്സും മറ്റു കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടി കൂടിയാണ്. മറ്റു ചില രാഷ്ട്രീയ ആരോപണങ്ങളും ഇപ്പോൾ ഈ അവസാന സമയത്തായിട്ട് ഉയർന്നിരുന്നല്ലോ. പ്രത്യേകിച്ച് ഒന്ന് ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ലഭിച്ച പരാതിയിൽ താങ്കൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതിൽ കിട്ടിയ പരാതിയിൽ ഞാൻ സത്വരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് കിട്ടിയ പരാതി ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥയെ അറിയിച്ച് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം എൻ്റെ ഓഫീസിൽ എൻ്റെ അന്വേഷണം നടന്നു വരികയായിരുന്നു. ആക്ച്വലി അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിവാദം വന്നത്. അതാ ഓഡിയോ ക്ലിപ്പിങ്ങിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സാവുന്നുണ്ടല്ലോ. അതിലെങ്ങനെ ഞാൻ മേലുദ്യോഗസ്ഥയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ആ ക്ലിപ്പിങ്ങിൽ തന്നെ പറയുന്നുണ്ട്. അത് തന്നെ വ്യക്തമാണല്ലോ ഞാൻ നടപടി എടുത്തു എന്നുള്ളത്. അതിൻ്റെ അന്വേഷണ നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു അപ്പോൾ പരാതി ലഭിച്ചപ്പോൾ തന്നെ? തീർച്ചയായിട്ടും അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. പിന്നെ മറ്റൊന്ന് ഇതേപോലെ തന്നെ MLA-യുടെ റോപ്പ് മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു ആരോപണം ഉയർന്നിരുന്നല്ലോ. അതിൽ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, അതിൽ വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. അത് ചില കേസുകൾ നമുക്ക് അല്പം സമയമെടുക്കും അത് ഡിറ്റക്ട് ചെയ്യപ്പെടാൻ. അതിൻ്റെ ഏതൊരു കേസിൻ്റെയും ഒരു ഗോൾഡൻ അവറിലാണ് നമുക്ക് പെട്ടെന്നൊരു പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുക. ആ ഗോൾഡൻ അവർ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അല്പം സമയമെടുക്കും. എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ പുറകിലുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഡിറ്റക്റ്റഡ്. അവസാനം ഇപ്പോൾ സ്ഥലമാറ്റം ലഭിക്കുന്ന ഒരു വലിയൊരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് സ്ഥലമാറ്റം ഉണ്ടായത്. അതിനെങ്ങനെയാണ്? അല്ല, സമ്മതിത്തോടെയാണ് നമ്മളെല്ലാം കാണുന്നത്. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ എപ്പോഴും പൂച്ചെണ്ടുകൾ തന്നെ ലഭിക്കണമെന്നില്ലല്ലോ. നമ്മൾ ഒക്കെ യാതൊരു പങ്കുമില്ലാത്ത പല കാരണങ്ങൾക്കും ചിലപ്പോൾ നമ്മളുടെ നേരെ പിന്നെ ആരോപണങ്ങൾ വന്നേക്കാം. പക്ഷെ എന്നെ അതൊന്നും ഏശാറില്ല. ഞാൻ സത്യത്തിൻ്റെ പാതയിലല്ലാതെ സത്യം വിട്ടൊന്നും പ്രവർത്തിക്കാറില്ല. ഒരു തരത്തിലുള്ള സ്വാധീനത്തിനോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിസാൻ ആറ്റിറ്റ്യൂഡ് കാണിക്കലോ ഞാൻ ചെയ്യാറില്ല. എൻ്റെ ലക്ഷ്യം പോലീസിൻ്റെ അന്തസ്സ് ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ മൃദുഭാവേ ദൃഢകൃത്യേ, അതേ ഞാൻ മനസ്സിൽ വിചാരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ മറിച്ച് വരുമ്പോൾ നമ്മൾ ഉൾപ്പെടാത്ത യാതൊരു പങ്കുമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മളെന്തിനു വേവലാതിപ്പെടണം? അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങൾ പോലീസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സാണല്ലോ. അപ്പോൾ ആ ഫോഴ്സിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും വന്നേക്കാം. അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കോൺഷ്യൻസിനോടല്ലേ നമ്മൾ ആദ്യം നീതി പുലർത്തേണ്ടത്. ഇതിൽ
ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, എനിക്കതിലൊരു പങ്കുമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതെല്ലാം ആരോപണങ്ങൾ മാത്രമാണെങ്കിൽ വൈ ഷുഡ് ഐ വറി? എന്തായാലും പുതിയ ഇടത്തേക്കുള്ള യാത്രയിലേക്കാണ് ഇവിടെ പുതിയ പോസ്റ്റിംഗ്. എറണാകുളം റേഞ്ച് വിജിലൻസിലേക്കാണ് പോസ്റ്റിംഗ്. അഴിമതിക്കെതിരെയുള്ള അതിന് ഈ മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള എൻ്റെ ശക്തമായ പോരാട്ടം ഞാൻ തുടരുക തന്നെ ചെയ്യും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകലാണ് പോലീസിൻ്റെ പ്രഥമമായ കർത്തവ്യം. അതിൻ്റെ മേലുദ്യോഗസ്ഥരുടെ ശക്തമായ സപ്പോർട്ട് എനിക്കുണ്ട്. അതുതന്നെ പബ്ലിക്കിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊതുസമൂഹത്തിലുള്ള സപ്പോർട്ട് എനിക്കുണ്ട്. അതിന് പിന്നെ എല്ലാ വിഭാഗത്തിലുള്ള പൊതുപ്രവർത്തന രംഗത്തുള്ളവരുടെ സപ്പോർട്ടും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ശരിയുടെ പാതയിലാണെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകലല്ലേ എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ വ്യക്തമായും ഈ സമൂഹത്തിന് വേണ്ടി നിറവേറ്റിയിരിക്കും. എന്തായാലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് മലപ്പുറത്തെ എസ് പി ആയിരുന്ന ശശിധരൻ. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.